തോപ്പുംപടി ഹാർബർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര ഫിഷറീസ് വകുപ്പിൽ നിന്ന് 50 കോടിയും കേന്ദ്രത്തിന്റെ സാഗർമാല പദ്ധതിയിൽ നിന്ന് 50 കോടിയും പോർട്ട് ട്രസ്റ്റിൽ നിന്ന് 12 കോടിയും ഉൾപ്പെടെ ആകെ 112 കോടി രൂപയുടെ പദ്ധതികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുന്നതിനായി എറണാകുളം MP ഹൈബി ഈഡൻ, ഹാർബർ ഉദ്യോഗസ്ഥർ, കരാറുകാരൻ, ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച നടത്തി. തോപ്പുംപടി ഹാർബർ ആധുനികവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ MP ഹൈബി ഈഡൻ നേരിലെത്തി വിലയിരുത്തി. ഹാർബർ പരിസരത്ത് ഉദ്യോഗസ്ഥരുമായും കരാറുകാരനുമായും ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും അദ്ദേഹം വിശദമായ ചർച്ച നടത്തി. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ലേലഹാൾ ഡിസംബർ ആദ്യവാരത്തോടെ പ്രവർത്തന സജ്ജമാക്കണമെന്ന് MP നിർദ്ദേശിച്ചു. ലേലഹാളിലെ എയർ കണ്ടീഷനിംഗ് പ്രവൃത്തികൾ രാത്രി സമയത്ത് പൂർത്തിയാക്കാൻ തൊഴിലാളികൾ സമ്മതം നൽകിയിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ അറിയിച്ചു. 112 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആധുനിക മോഡേണൈസേഷൻ ഓഫ് തോപ്പുംപടി ഫിഷറീസ് ഹാർബർ അത് ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക, തൊഴിലാളികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക, എക്സ്പോർട്ട് ചെയ്യുന്ന മത്സ്യങ്ങൾ അതിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ അതിന് സാധിക്കുക, അത് കൺവെയർ ബെൽറ്റിലൂടെയും എയർ കണ്ടീഷൻ ചെയ്ത ഓപ്ഷൻ ഹാളുകളിലൂടെയും എത്തിക്കുക. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യം, മെച്ചപ്പെട്ട ശുചിമുറികളും ക്യാൻറ്റീൻ സൗകര്യങ്ങളും ഫസ്റ്റ് എയ്ഡിനുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കുക. ഇതാണ് ഈ പദ്ധതി വഴി ലക്ഷ്യം വയ്ക്കുന്നത്. ആദ്യത്തെ ഫേസ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചതിന് ശേഷം ഇതിൻ്റെ എയർ കണ്ടീഷൻ ജോലികളെല്ലാം ഇതിൻ്റെ തൊഴിലാളി സംഘടനകളുമായി സംസാരിച്ച് രാത്രി കാലങ്ങളിൽ നടത്തുക. പാരലായിട്ട് ഇപ്പോൾ ഡ്രഡ്ജിങ് ഇന്ന് ആരംഭിക്കും. ഡ്രഡ്ജിങ് ആരംഭിക്കുന്നതോടുകൂടി ഒരു വലിയ പ്രശ്നം ഇവിടെ അവസാനിക്കുകയാണ്. ലേലഹാൾ മാറ്റി പഴയ സ്ഥലത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും കരാറുകാരനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരമാവധി ഓപ്പണിങ്ങുകൾ നൽകി പരമാവധി വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഹാളുകളിലേക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കുക. അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് തൊഴിലാളികൾ പറയുന്ന പ്രയാസങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പോർട്ടിൻ്റെ അധികൃതരോടും അതുപോലെ തന്നെ കോൺട്രാക്ടറോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ച് അവർ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയും വേഗം ഈ അഡ്വൈസറി ഫോമിലുള്ള സബ് കമ്മിറ്റി കൂടാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗതയിലാക്കാൻ അതിന് മുഴുവൻ തൊഴിലാളി സംഘടനകളും അവരുടെ പിന്തുണയും സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ഹാർബറിനകത്തേക്ക് പ്രവേശിക്കുന്ന റോഡ് മോശമായ അവസ്ഥയിലാണ് എന്നതിൽ ശ്രദ്ധയൂന്നി അടിയന്തര പ്രാധാന്യത്തോടെ കുഴികളടക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായും MP അറിയിച്ചു. നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ റോഡ് മുഴുവൻ ഇന്റർലോക്ക് ടൈൽ വിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തോപ്പുംപടി ഹാർബർ നവീകരണത്തിന് കേന്ദ്ര ഫിഷറീസ് വകുപ്പിൽ നിന്ന് 50 കോടി രൂപയും കേന്ദ്രത്തിന്റെ സാഗരമാല പദ്ധതിയിൽ നിന്ന് 50 കോടി രൂപയും പോർട്ട് ട്രസ്റ്റിൽ നിന്ന് 12 കോടി രൂപയും ഉൾപ്പെടെ ആകെ 112 കോടി രൂപയുടെ പദ്ധതികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, വ്യവസായ സമിതി ഭാരവാഹികളായ AM നൌഷാദ്, സിബിച്ചൻ, ബൈയിങ് ഏജന്റുമാരുടെ പ്രതിനിധികളായ ഹംസക്കോയ, TA നൌഷാദ്, തൊഴിലാളി യൂണിയൻ നേതാക്കളായ ഇസഹാക്ക്, PA ഷാജി, കരാറുകാരൻ അമിത് വർഗീസ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. ട്രഡ്ജിങ് ഷിപ്പ് ഓടുന്ന 2 ദിവസമായി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ട്രഡ്ജിങ് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഈ ആഴ്ച അടിയന്തരമായിട്ട് തീർക്കാമെന്ന് ഐബിനോട് കോൺട്രാക്റ്റുകാരും പോർട്ട് അധികാരികളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നവംബറിൽ നമുക്ക് ഈ ഫിനിഷ് ചെയ്തിട്ട് ഈ ബ്ലോക്ക് തീർത്ത് തരാമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റു സംഘടനകളും എല്ലാം പയ്യങ്ങാണെങ്കിലും ബോട്ട് ഓണേഴ്സ് ആണെങ്കിലും ശരി, എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാണ് ഈ വർക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എത്രയും വേഗം ഇത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് നമ്മൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോടും MP വന്ന സ്ഥിതിക്ക് MPയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.